ശബരിമല വിഷയം ഒരു വിഷയം മാത്രമായിട്ട് ഒതുങ്ങിപ്പോകുന്ന ഒരു രീതിയിലോട്ട് പോകരുത്. അതിനകത്ത് ഒരുപാട് വിഷയങ്ങൾ വരാനുണ്ട്. തങ്കയങ്കി ശബരിമലയ്ക്ക് കൊണ്ടിരുന്നത് ഘോഷയാത്രയായിട്ട് പമ്പയെ കൊണ്ടുപോയി അവിടുന്ന് ശബരിമലയ്ക്ക് കൊണ്ടുപോയി. തിരിച്ചു കൊണ്ടുപോകുന്നത് എങ്ങനെയാണെന്ന് ഇന്ന് വരെ ആർക്കും അറിയത്തുമില്ല. കട്ടളപ്പാളി മാറ്റാമെങ്കിൽ തങ്കയങ്കി കൊണ്ടുപോയ വഴിക്ക് മാറ്റാം. അതിന് മുന്നേ മാറ്റമൊന്നുമില്ല. കാരണം അത് ഒരു ആലോചന നടന്നിട്ടുള്ളതാണെങ്കിൽ കൃത്യമായിട്ടും മാറ്റപ്പെടാവുന്നതേ ഉള്ളൂ. നമസ്കാരം. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ രണ്ടുപേരാണ് അറസ്റ്റിലായിരിക്കുന്നത്. ഒന്നാം പ്രതിയായ സ്പോൺസർമാരുടെ ഏജൻ്റായി പ്രവർത്തിച്ചിരുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയും മറ്റൊന്ന് ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥനായ മുരാരി ബാബുവുമാണ്. ഇവർക്കെതിരെ കൂടുതൽ വെളിപ്പെടുത്തലുകൾ വന്നിരിക്കുകയാണ്. ഹൈക്കോടതി ഉൾപ്പെടെ ഇത് തെറ്റാണ് സംഭവിച്ചിരിക്കുന്നതെന്ന് കണ്ടെത്തുകയും ചെയ്യുന്നു. അങ്ങനെ റിപ്പോർട്ട് അന്വേഷണ സംഘത്തോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ ശബരിമലയുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തിൽ ശബരിമലയ്ക്ക് തൊട്ട് സമീപത്തായി താമസിക്കുന്ന അട്ടത്തോട് എന്ന സ്ഥലത്ത് താമസിക്കുന്ന പൊതുപ്രവർത്തകനും അയ്യപ്പ ഭക്തനുമായ സുജൻ അട്ടത്തോട് പ്രതികരിക്കുകയാണ്. അദ്ദേഹം പറയുന്നത് ആറന്മുളയിൽ നിന്നും വരുന്ന തങ്ക അങ്കി ഘോഷയാത്ര ശബരിമലയിലേക്ക് വലിയ ചടങ്ങുകളോടെ പോലീസ് സുരക്ഷയിൽ നടത്തുന്നു. എന്നാൽ അത് തിരികെ കൊണ്ടുപോകുന്നത് ആരും അറിയുന്നില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇക്കാര്യമൊക്കെ അന്വേഷണ വിധേയമാക്കണമെന്ന് സുജൻ അട്ടത്തോട് പറയുന്നുണ്ട്. നമുക്ക് അദ്ദേഹത്തിൻ്റെ പ്രതികരണം കേൾക്കാം. നമ്മൾ ഈ ശബരിമല വിഷയമായിട്ട് ബന്ധപ്പെട്ട തങ്കയങ്കിയുടെ ഒരു വിഷയത്തിനെക്കുറിച്ചാണ് ഇപ്പോൾ പറയുന്നത്. ഇതിനു മുമ്പ് നമ്മൾ ഈ ദ്വാരപാലകർ അവിടെ കട്ടളപ്പടിയുള്ള വിഷയങ്ങളൊക്കെ ഇവിടെ ഓരോരുത്തർ ഉന്നയിക്കുകയും ആ വിഷയമായിട്ട് ബന്ധപ്പെട്ട് തെളിവും അല്ലെങ്കിൽ ഹൈക്കോടതിയുടെ അന്വേഷണത്തിലും ഒക്കെ ഇരിക്കുന്നു. ഇപ്പോൾ അറസ്റ്റും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അതിനോടനുബന്ധിച്ച് തന്നെ കൂട്ടി കണക്ട് ചെയ്യാവുന്ന ഒരു സംഭവമാണ് നമ്മുടെ ആറന്മുളയിൽ നിന്ന് അല്ലെങ്കിൽ തിരുവിതാംകൂർ മഹാരാജാവ് ശബരിമലയ്ക്ക് കൊടുത്ത തങ്കയങ്കി എന്ന് പറയുന്ന ആ സാധനം. അത് അവിടുന്ന് ആറന്മുളയിൽ നിന്ന് ഘോഷയാത്രയായിട്ട് പമ്പയ്ക്ക് പോകുന്നു. പമ്പയ്ക്ക് പോയി ശബരിമലയിൽ അത് കൊണ്ടുപോയി ചാർത്തി അവിടെ നമ്മൾ അത് തൊഴുതു കഴിഞ്ഞിട്ട് ഈ സാധനം തിരിച്ചു കൊണ്ടുപോകുന്നത് ഇതുവരെയായിട്ടും ആർക്കും ബോധ്യപ്പെട്ടിട്ടുള്ള ഒരു സംഗതിയല്ല. അതൊരു സ്വകാര്യ വ്യക്തിയുടെ വണ്ടിയെ കൊണ്ടുപോയത് കണ്ടതാണ് നമ്മളീ പറയാൻ പോകുന്നത്. അതായത് സുനിൽ സ്വാമി എന്ന് പറയുന്ന ഒരു സ്വാമിയുടെ പ്രൈവറ്റ് കാറിൽ തങ്കയങ്കി കൊണ്ടുപോകുന്നത് 2019 കൊണ്ടുപോകുന്നത് കണ്ടു. ആ കട്ടളപ്പാളി വിഷയം വന്നതുകൊണ്ടാണ് ഞാനിത് പറയാൻ തയ്യാറായതും ഇങ്ങനൊരു സാഹചര്യത്തിനെക്കുറിച്ച്. കാരണം എനിക്ക് സുനിൽസ്വാമിയോട് പ്രത്യേകിച്ച് വൈരാഗ്യമോ അല്ലെ പണക്കോ ഒന്നുമുള്ള ഒരാളല്ല. ഞാൻ സുനിൽസ്വാമിയെ കണ്ടിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട്, ഇടപെട്ടിട്ടുണ്ട്. അയാൾ പല ശബരിമലയായിട്ട് പല കാര്യങ്ങളിലും ബന്ധപ്പെടുന്ന ഒരാളായിരുന്നു. പക്ഷേ ഈ കട്ടളപ്പാളി ഇങ്ങനെ ഉദ്യോഗസ്ഥന്മാരുടെ അറിവോടുകൂടി മാറ്റിയതും അല്ലെങ്കിൽ ദ്വാരപാലകരുടെ ശില്പങ്ങളും ഉദ്യോഗസ്ഥന്മാരുടെ അറിവോടുകൂടി മാറ്റി എന്നുള്ള ഒരു അറിവ് വന്നപ്പം നമുക്കിത് പറയാതിരിക്കാൻ നിവൃത്തിയില്ലാത്തൊരവസ്ഥയാണ്. കാരണം അത് നമുക്കൊരു മാനസികമായൊരു പ്രശ്നമാണ്. ഈ അറിയുന്ന കാര്യം പറഞ്ഞില്ലെങ്കിൽ അതൊരു മോശപ്പെട്ട കാര്യം. കാരണം ഒരു പൊതുസമൂഹത്തിൻ്റെ വിഷയമാണ്. അപ്പം ഈ തങ്കയങ്കി അദ്ദേഹത്തിൻ്റെ വണ്ടിയിൽ കാറയിൽ അദ്ദേഹത്തിൻ്റെ ഒരു കറുത്ത കാറുണ്ട്. ആ കാറിൽ കൊണ്ടുപോകുന്നത് ഞാൻ എൻ്റെ കണ്ണിൽ നിലയ്ക്കൽ വിശ്വവൻ എന്ന് പറയുന്ന ഹോട്ടലിൻ്റെ വാതക്കലാണ് കാറ് കിടന്നത്. ആ കാറ് കിടന്നപ്പോൾ അപ്പോൾ അത് ഇതിനകത്ത് സമീപിക്കുകയും അതിനെന്തുവാണെന്ന് അന്വേഷിക്കുകയും ചെയ്തു. അപ്പോൾ അന്നേരം അദ്ദേഹത്തിൻ്റെ ഡ്രൈവറാണ് നമുക്ക് തങ്കയങ്കി ആണെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ അന്നത് ആ രീതിയിൽ അതിനെ കണ്ടുള്ളൂ. കാരണം അവിടെ ശബരിമലയായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരാൾ എന്തെങ്കിലും ഒരു സാധനം കൊണ്ടുപോകുമ്പോൾ അത് ഒരു അറിവോടുകൂടിയും ഒക്കെ ആയിരിക്കാം എന്നുള്ള ഒരു ധാരണ. അന്നേരം ദേവസ്വം ബോർഡ് പ്രസിഡന്റ് നിലയ്ക്കലുണ്ട്, തിരുവാഭരണം തൊട്ട് മുന്നിൽ പോകുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു സാഹചര്യത്തിൽ മാത്രം കണ്ടു. അത് ഈ ശബരിമല വിഷയം ഇങ്ങനെ ഇത്രയും വലിയ വിഷയമായപ്പോഴത്തേക്ക് ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ ആഡ് ചെയ്യാനുണ്ട്. കാരണം ശബരിമല വിഷയം ഒരു വിഷയം മാത്രമായിട്ട് ഒതുങ്ങിപ്പോകുന്ന ഒരു രീതിയിലോട്ട് പോകരുത്. അതിനകത്ത് ഒരുപാട് വിഷയങ്ങൾ വരാനുണ്ട്. അതിലൊരു വിഷയമാണ് ഈ ദ്വാരപാലകരുടെയും കട്ടളപ്പാളി. അതിൽ വേറെ ചില കാര്യങ്ങളൂടെ വരാനുണ്ട്. ആ കാര്യങ്ങളാണ് അതിൽ നമ്മളിപ്പോൾ പറഞ്ഞ തങ്കയങ്കിയുടെ ഈ കട്ടളപ്പാളി മാറ്റാമെങ്കിൽ തങ്കയങ്കി കൊണ്ടുപോയ വഴിക്ക് മാറ്റാം. അതിന് മുന്നേ മാറ്റമൊന്നുമില്ല. കാരണം അത് ഒരു ആലോചന നടന്നിട്ടുള്ളതാണെങ്കിൽ കൃത്യമായിട്ടും മാറ്റപ്പെടാവുന്നതേ ഉള്ളൂ. കാരണം കഴിഞ്ഞ വർഷം വരെയും അദ്ദേഹത്തിൻ്റെ വണ്ടിയിലാണ് കൊണ്ടുപോയെന്നാണ് നമുക്കറിയാൻ പറ്റിയത്. അപ്പം ഇത് പിന്നീട് ഉള്ള അറിവാണ്. അപ്പോൾ അത് എത്രമാത്രം ശരിയായിരിക്കും. ശബരിമലയിലേക്ക് കൊണ്ടുവരുന്നത് എങ്ങനെയാണ്? തങ്കയങ്കി ശബരിമലയ്ക്ക് കൊണ്ടിരുന്നത് ആറന്മുളയിൽ നിന്ന് വലിയൊരു പോലീസിൻ്റെ അകമ്പടിയും വലിയൊരു ഘോഷയാത്രയായിട്ട് വലിയ വാഹന അകമ്പടിയോടുകൂടി വലിയ ഘോഷയാത്രയായിട്ട് അത് നമുക്ക് വിഷുവിലൊക്കെ എടുത്ത് പരിശോധിച്ചാൽ അറിയാവുന്നതേ ഉള്ളൂ. പഴയ വിഷുവിലൊക്കെ ഇഷ്ടംപോലെ കിട്ടാറുണ്ട്. എല്ലാവരുടെയും കയ്യിൽ അങ്ങനെയുള്ള സമയങ്ങളിൽ കാണുകയും ചെയ്യും. അപ്പോൾ അത് വലിയ ഘോഷയാത്രയായിട്ട് പമ്പയെ കൊണ്ടുപോയി അവിടുന്ന് ശബരിമലയ്ക്ക് കൊണ്ടുപോകുന്നു. തിരിച്ചു കൊണ്ടുപോകുന്നത് എങ്ങനെയാണെന്ന് ഇന്ന് വരെ ആർക്കും അറിയത്തുമില്ല. ഒരാൾ പോലും പറഞ്ഞു കേട്ടിട്ടില്ല. നിങ്ങളാരെങ്കിലും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എൻ്റെ കണ്ണിൽ കണ്ട കാര്യമാണ് ഈ പറയുന്നത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് പറയണം അതെങ്ങനെയാണ് കൊണ്ടുപോയിട്ടുള്ളതെന്ന്. ഇതുവരെയായിട്ടും കൊണ്ടുവന്ന ഒരു ചരിത്രത്തിനെ കുറിച്ച് ആർക്കും അറിയത്തില്ല. ഒരു വിഷുവിലും കണ്ടിട്ടില്ല. കൊണ്ടുപോകുന്നത് എങ്ങനെയാണെന്ന് രഹസ്യമാണ്. അപ്പോൾ ആ രഹസ്യത്തിലാണ് ഇങ്ങനെ ഈ സുനിൽസ്വാമി എന്ന് പറയുന്ന ആളുടെ വണ്ടിയിലാണ് കൊണ്ടുപോയെന്ന് നമ്മൾ ബോധ്യപ്പെട്ടത്. അദ്ദേഹം ഡ്രൈവർ മാത്രമേ ഉള്ളൂ. സുനിൽസ്വാമി അന്നേരം മേളിൽ ഗസ്റ്റ് ഹൗസിലാണ് ഉള്ളത്. അപ്പം അത് പിന്നെ എങ്ങനെയാണെന്നുള്ള വിവരത്തിനെക്കുറിച്ച് നമ്മൾ പിന്നെ കൂടുതലായിട്ട് അന്നേരം ആ ചിന്താഗതി ഇല്ല നമുക്ക്. കാരണം ഇത് കാണുമ്പോൾ അവരൊക്കെ വലിയ ആൾക്കാർ
ദേവസ്വം ബോർഡുമായിട്ട് വലിയ ടൈപ്പുള്ള ആൾക്കാർ ഗോശാല നടത്തുന്നു, ഗോശാലയുടെ പിന്നിലുള്ള കാര്യങ്ങൾ, അതുപോലെ പടിപൂജ നടത്തുന്നു, പടിപൂജയുടെ പിന്നിലുള്ള കാര്യങ്ങൾ. സുനിൽസ്വാമി എന്ന് പറയുന്ന ആൾ ഏതാണ്ട് പിന്നെ ഒത്തിരി വർഷങ്ങൾക്ക് മുമ്പ് ശബരിമല വന്നിട്ട് ഇപ്പം അവിടുത്തെ എല്ലാ കാര്യങ്ങളിലും പിന്നെ ഇടപെട്ട് ഉദ്യോഗസ്ഥന്മാരെ അറിവോടുകൂടി, അല്ലാതെ ചുമ്മാ ഒരാൾ വന്നിട്ട് അവിടെ ശബരിമല വന്നിട്ട് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അവിടെ ആയിരക്കണക്കിന് ഭക്തന്മാർ വരുന്നുണ്ടല്ലോ, ലക്ഷക്കണക്കിന് ഭക്തന്മാർ അവിടെ വന്ന് തൊഴുതു പോകുന്നുണ്ട്. അവർക്കാർക്കും പറ്റാത്ത കാര്യങ്ങൾ ഇവർക്ക് കിട്ടുന്നുണ്ടെങ്കിൽ ഇത് ഉദ്യോഗസ്ഥന്മാരുടെ ഒരു പിന്നെ കൈയോടുകൂടി, അതായത് ഉദ്യോഗസ്ഥന്മാർ അതിനകത്ത് ഒരു കാര്യത്തിൽ മാത്രമല്ല പിന്നെ എല്ലാ കാര്യത്തിലും ഉദ്യോഗസ്ഥന്മാരുടെ അഴിമതി അതിനകത്ത് നിറഞ്ഞിട്ടുണ്ടെന്നുള്ളത് വ്യക്തമാണ്. അതിന് 100 പിന്നെ തെളിവുകൾ കൊടുക്കാനായിട്ട് നമുക്ക് പിന്നെ പലർക്കും പറയാൻ കാണും, പക്ഷേ ആരും പറയാൻ തയ്യാറാകാത്തത് പേടിച്ചിട്ടും ഭയന്നിട്ടും ഒക്കെയാണ്. എന്നോടും ഈ വാർത്ത കൊടുക്കുന്നതിന് മുമ്പ് പലരും എന്നോട് പറഞ്ഞു അത് സൂക്ഷിക്കണം, അങ്ങനെയോ ഇങ്ങനെയോ എന്നൊക്കെ പറയാം. അതൊന്നും നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വിഷയമല്ല. ജനിച്ചാൽ ഒരിക്കലേ മരിക്കത്തുള്ളൂ, അല്ലാതെ എന്നും മരണമൊന്നുമില്ല. ഒരു പ്രാവശ്യം മരിക്കുകയുള്ളൂ, ഒരു പ്രാവശ്യം ജനിക്കത്തുള്ളൂ. അപ്പോൾ ആ കാര്യത്തിലൊന്നും ഉള്ള ഭയത്തിൻ്റെ പുറത്തല്ല. ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ ഞാൻ ഇവിടുത്തെ പല വിഷയങ്ങളിലും ബന്ധപ്പെട്ടിട്ടുള്ള ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് ഈ കാര്യം ഞാൻ ഉന്നയിക്കുന്നു. ഈ തങ്കയങ്കി എങ്ങനെയാണ് കൊണ്ടുവന്നതെന്ന് വേണ്ടപ്പെട്ട ഉദ്യോഗസ്ഥർ, തിരുവാഭരണ കമ്മീഷനോ അല്ലെങ്കിൽ അതുപോലുള്ള ഉദ്യോഗസ്ഥന്മാരോ കൃത്യമായിട്ട് പറയാൻ ഇന്ന് വരെ ഒരാളും തയ്യാറായിട്ടില്ല. തയ്യാറാകണം. അവരെങ്ങനെയാണ് ഇത് കൊണ്ടുപോകുന്നതെന്നൊന്ന് പറയണം. എങ്കിൽ ഈ പറഞ്ഞ കാര്യം അവർ നിഷേധിക്കണം. അല്ലെങ്കിൽ ഇത് കൊണ്ടുപോയിട്ടില്ലെന്ന് നിഷേധിച്ചാൽ പിന്നെ പിന്നെ ഇതെങ്ങനെ കൊണ്ടുപോകുമെന്ന് പറയണമല്ലോ. അപ്പം ആ വിവരങ്ങൾ കൃത്യമായിട്ട് അറിയണം, ജനത്തിന് അറിയേണ്ട ഒരു ആവശ്യമുണ്ട്. ഇതാണ് എനിക്കിപ്പോൾ പറയാനുള്ളൊരു വിഷയം. ഈ ശബരിമലയായിട്ട് ബന്ധപ്പെട്ട് ഈ സ്പോൺസർമാർക്ക് എല്ലാവിധ സഹായം ചെയ്തു കൊടുക്കണം, അല്ലെങ്കിൽ അവർക്ക് വലിയ അധികാരം കൊടുക്കുന്ന രീതിയിലാണ് ഈ ഉദ്യോഗസ്ഥന്മാരെ, അല്ലേ? അതെ. അപ്പം ശബരിമലയിൽ ഒരു സ്പോൺസർഷിപ്പ് അല്ല, ഒരുപാട് സ്പോൺസർഷിപ്പുണ്ട്. അതായത് അവിടെ പച്ചക്കറി കൊണ്ടുവരുന്നത്, അവിടെ പിന്നെ അതുപോലുള്ള പിന്നെ സാധനങ്ങൾ, പിന്നെ പൂജാ സാധനങ്ങൾ കൊണ്ടുവരുന്നത്, അതുപോലെ പിന്നെ ഈ പടിപൂജയ്ക്കുള്ള സാധനങ്ങൾ, പടിപൂജയൊക്കെ 2035 വരെ ബുക്കിംഗ് ആണെന്നാണ് പറയുന്നത്. ആരാ ബുക്ക് ചെയ്തിരിക്കുന്നത്? എൻ്റെ അറിവിൽ എന്നോട് പല ഉദ്യോഗസ്ഥന്മാരും ആയിട്ട് എനിക്ക് കണക്ഷനുണ്ട്. അങ്ങനെ പല ഉദ്യോഗസ്ഥന്മാരുമായിട്ട് നമുക്ക് ബന്ധമുണ്ട്. ആ വിധത്തിൽ അറിയാൻ പറ്റി. അതുപോലെ തന്നെ ശബരിമലയായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് പിന്നെ ചുമട്ടുകാരും അല്ലെങ്കിൽ അതുപോലെ അവിടുത്തെ പിന്നെ ആൾക്കാരും, പിന്നെ അവിടുത്തെ കച്ചവടക്കാർ, അല്ലെങ്കിൽ അവിടുത്തെ ബിസിനസ്സുകാർ, അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാരുമായിട്ട് നമുക്ക് ബന്ധമുണ്ട്. ആ ബന്ധത്തിലൂടെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ, അറിയാൻ പറ്റുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, പിന്നെ ഈ 35 വരെ ബുക്ക് ചെയ്തിട്ടിട്ട് പടിപൂജ ബുക്ക് ചെയ്തിട്ട് ആർക്കെങ്കിലും ഇതിനിടയ്ക്ക് വലിയ കാശുകാരന്മാർക്ക്, അവരാണല്ലോ പടിപൂജ നടത്തുന്നത്, അല്ലാതെ ഇവിടുത്തെ സാധാരണപ്പെട്ടവൻ ചുമട്ടുകാരനോ അല്ലെങ്കിൽ തൊഴിലാളിയോ ഒന്നും പടിപൂജ നടത്തത്തില്ല. കോടീശ്വരന്മാരുടെ നടത്തുന്ന ഒരു പരിപാടിയാണ്. അപ്പോൾ അത് സുനിൽസ്വാമിയെ സമീപിക്കാനായിട്ട്, അതായത് പടിപൂജ ചെയ്യാൻ ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സുനിൽസ്വാമിയെ സമീപിക്കുക. സുനിൽസ്വാമി അതുകൊണ്ട് വലിയ തുക 10 ഇരട്ടിയും 15 ഇരട്ടിയും വരെ വാങ്ങിച്ചിട്ട് കൊടുത്തതായിട്ട് എനിക്കറിയാൻ പറ്റിയിട്ടുണ്ട്. അങ്ങനെ ഒരു കാര്യമുണ്ട്. അതായത് സുനിൽസ്വാമിയാണ് ബുക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. അത് ഒരു തുച്ഛമായ തുകയ്ക്ക് ബുക്ക് ചെയ്തിട്ട് അത് മറിച്ച് കൊടുക്കുന്ന ഒരു സംവിധാനമുണ്ട്. അതുപോലെ തന്നെ സുനിൽസ്വാമി അവിടെ സ്ഥിരമായിട്ട് താമസിക്കുക, അവിടെ ഗോശാല നടത്തുന്നു. അപ്പോൾ ഇദ്ദേഹത്തെയും ഗോശാല നടത്തുന്നത്, ഇവിടെ ദേവസ്വം ബോർഡ് പിന്നെ എന്തിനാണ് ഉള്ളത്? ഗോശാല നടത്തുന്നത് ദേവസ്വം ബോർഡ് നടത്തണം. അവിടെ പശുക്കളെ കിട്ടിയാൽ, അല്ലെങ്കിൽ അവിടുത്തെ മൂരിയെ കിട്ടിയ ക്ടാവിനെ കിട്ടിയാൽ അതിനെ സംരക്ഷിക്കാൻ ഇവർക്ക് പറ്റത്തില്ല, പിന്നെ അവർ കൊണ്ടുവരണ്ടെന്ന് പറയണം, അല്ലേ? അവിടെ കിട്ടുന്ന സാധനത്തിന് സ്വാമിക്ക് വളർത്താൻ കൊടുക്കുക. എന്തോ അതിനകത്ത് കാര്യം മനസ്സിലായില്ല. സ്വാമി ആരാ? സ്വാമി അവിടെ എന്തെങ്കിലും കൊടുക്കുന്നെങ്കിൽ അവിടെ റെസീറ്റ് എഴുതി കൊടുത്താൽ പോരെ. സ്വാമി തന്നെ നേരിട്ട് നടത്തുക, ഗോശാല നടത്തുന്നു. അവിടെ ആ ഗോശാല നടത്തുന്ന ആളിൻ്റെ പിന്നെ പൈസയൊക്കെ സ്വാമി തന്നെയാണ് കൊടുക്കുന്നതെന്ന് എനിക്കറിയാൻ സാധിച്ചിട്ടുള്ളത്. അപ്പോൾ അതുപോലെ തന്നെ നിലയ്ക്കലുമുണ്ട് സ്വാമിയുടെ ഈ ഗോശാലയൊക്കെ. അപ്പം നമുക്കപ്പോൾ അത് അവർ നടത്തുന്നതൊന്നും നമ്മുടെ വിഷയമല്ല. പക്ഷേ ഇവർ അവിടെ ഇങ്ങനെയുള്ള സ്പോൺസർമാരെ, ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ മാത്രം, ഇപ്പോൾ പറഞ്ഞ് ചില ആൾക്കാർ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ മാത്രം ഫോക്കസ് ചെയ്തിട്ട് കാര്യങ്ങൾ നടത്തുന്നു. അതുപോലെ ഒത്തിരി ഉണ്ണികൃഷ്ണന്മാർ ശബരിമലയിലുണ്ട്. ആ വിഷയവും കൂടെ അന്വേഷിക്കണം. ഇദ്ദേഹം പറഞ്ഞതിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത്, ശബരിമലയുമായി ബന്ധപ്പെട്ട് എന്ത് കാര്യങ്ങൾ ചെയ്യാനും അത് സ്പോൺസർമാർക്കും ഏജൻറ്റുമാർക്കും ഒക്കെ അവകാശം നൽകുന്ന, അല്ലെങ്കിൽ വിട്ടുവീഴ്ച നൽകുന്ന സമീപനമാണ് ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരും ഭരണസമിതിയുമൊക്കെ സ്വീകരിക്കുന്നത്. ഇതിന് ഒരു തട ഇടേണ്ടതുണ്ട്. ഇപ്പോൾ തങ്കയങ്കി പോലെയുള്ള വലിയ ശ്രദ്ധ ചെലുത്തേണ്ട, സുരക്ഷ നൽകേണ്ട അതാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു വാഹനത്തിൽ കൊണ്ടുപോയി സുനിൽസ്വാമി എന്ന് പറഞ്ഞ വ്യക്തിയുടെ വാഹനത്തിൽ കൊണ്ടുപോയതായി അദ്ദേഹം വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത്. ഈ കാര്യങ്ങളിലൊക്കെ ഒരു അന്വേഷണം ഉണ്ടാകണം. ഇങ്ങനെയുള്ള ആളുകൾ എങ്ങനെയാണ് ശബരിമലയുടെ കാര്യത്തിൽ കൈകടത്തുന്നത് തുടങ്ങിയ കാര്യങ്ങളെയൊക്കെ അന്വേഷണം നടത്തി കൃത്യമായ ശിക്ഷാ നടപടികൾ, നിയമ നടപടികൾ സ്വീകരിച്ചെങ്കിൽ മാത്രമേ ഈ ശബരിമലയിൽ നടക്കുന്ന ഈ കൊള്ള, അഴിമതിയൊക്കെ നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കൂ എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ക്യാമറമാൻ ജിതിനൊപ്പം CR ശ്യാം, മറുനാടൻ മലയാളി, പത്തനംതിട്ട.